അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 7. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസീസുൻ അലൈഹി മാ അനിത്തും. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസീസുൻ അലൈഹി മാ അനിത്തും എന്ന ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതായത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രബോധിത വിഭാഗമായ മനുഷ്യർ, ആ മനുഷ്യർ നിങ്ങൾ ചെറുതായൊന്ന് നോവുന്നത് പോലും ഹബീബിന് അസഹ്യമാണെന്നർത്ഥം. താങ്ങാനാവാത്ത കേസാണ് എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം പാർട്ടിക്കാരാവണമെന്നില്ല. മനുഷ്യരാര് വേദന അനുഭവിച്ചാലും മുത്തുനബി തങ്ങൾക്ക് അതിൽ സിമ്പതി തോന്നിയിരുന്നു, സഹതാപം തോന്നിയിരുന്നു. അതിന് വേണ്ട പരിഹാരങ്ങൾ ഹബീബ് നൽകിയിരുന്നു. ആരു തന്നെ രോഗികളാണോ അവിടെ പോയി സന്ദർശിക്കുന്ന പതിവ് മുത്തുനബിക്കുണ്ടായിരുന്നു. കടത്തിൽ കുടുങ്ങിയവർക്ക് കൈത്താങ്ങുമായി മുത്തുനബി കടന്നു ചെല്ലുമായിരുന്നു. പട്ടിണിപ്പാവങ്ങളെ സഹായിക്കുന്നിടത്ത് തൻ്റെ മതക്കാരനാണോ ജാതിക്കാരനാണോ എന്ന നോട്ടമില്ലായിരുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജൂതപ്പയ്യൻ രോഗിയാണെന്നറിയുമ്പോൾ ആ പയ്യൻ്റെ രോഗം കാണാൻ പോവുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ തലക്കമ്പുറത്തിരുന്ന് അദ്ദേഹവുമായി കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോൾ, രോഗവിവരങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ രാജാവ് എൻ്റെ രോഗം കാണാൻ വന്നിരിക്കുകയാണോ, ഇതെന്തൊരത്ഭുതമാണ്. ആ ചെറുപ്പക്കാരനായ ജൂതന് തോന്നി, ഇത്രയും നല്ല ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ്. ഈ മനുഷ്യ സ്നേഹിയെ വിട്ട് ഞാൻ ഏതൊരു മതമാണ് സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത് സത്യസന്ധമായ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടനായ ആ കുഞ്ഞ് തിരുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, വളരെ സന്തോഷത്തോടുകൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി ഈ കുഞ്ഞിന് മുസ്ലിമാകണമെന്ന് ആഗ്രഹമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മോനെ, നീ മുസ്ലിമാവുകയാണെങ്കിൽ നിന്റെ പരലോകവും കൂടെ രക്ഷപ്പെടും. ഈ മരിക്കാൻ നേരത്ത് നീ മുസ്ലിമാകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് തൻ്റെ തൊട്ടടുത്ത് നോക്കി നിൽക്കുന്ന നസ്രാനിയായ, ക്രിസ്ത്യാനിയായ ഉപ്പയുടെ മുഖത്തേക്ക് വളരെ ദയനീയമായ ഒരു നോട്ടം നോക്കി. എന്ന് പറഞ്ഞാൽ മുസ്ലിമാകാൻ മലയോളം പൂതിയുണ്ട്, പക്ഷേ മുസ്ലിമായാൽ ഉപ്പക്ക് അത് ഇഷ്ടപ്പെടില്ലേ എന്ന അർത്ഥത്തിൽ നോക്കിയപ്പം ഉപ്പ പറഞ്ഞു, മുത്തുനബിയുടെ ഈ സ്വഭാവത്തിൽ ആകൃഷ്ടനായ ഉപ്പയും പറയുന്നു, അത്യ അബുൽ ഖാസിം, മോനെ നീ അബുൽ ഖാസിം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക, നിന്റെ ഇഷ്ടം പോലെയാവാം. അവിടെ നിന്ന് കലിമ ചൊല്ലി മുസ്ലിമായി. തിരുനബി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. പടച്ചവനെ, ആ ചെറുപ്പക്കാരനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങിയത്. ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല, ധാരാളം സംഭവങ്ങൾ കാണാം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ നല്ല പിള്ള ചമയാൻ സിമ്പതി കാണിക്കുക മാത്രമല്ല മുത്തുനബി ചെയ്തത്. മരിച്ചു കിടക്കുന്നവർ രണ്ട് കബറാളികളുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ കബറാളികളെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇവർ രണ്ടാളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം ഒരു ഈത്തപ്പന മട്ടലെടുത്ത് രണ്ട് പിളർപ്പാക്കി രണ്ട് ഖബറും പുറത്തും കുത്തിവെച്ചിട്ട് മുത്തുനബി പറഞ്ഞു, അതെ, ഈ രണ്ട് ഖബറാളികൾക്കും ഈ ഈത്തപ്പന തടികൾ ഉണങ്ങാത്ത കാലത്തോളം അവ തസ്ബീഹും ദിക്റുമൊക്കെ നിർവഹിക്കുമ്പം ഖബറാളികൾക്ക് അതിൻ്റെതായ ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു. തനിക്ക് സമയമില്ലെങ്കിൽ സമയനഷ്ടമില്ലാത്ത ഒരു അസിസ്റ്റന്റിനെ അവിടെ ആക്കിക്കൊടുത്ത് ആശ്വാസത്തിനും സാന്ത്വനത്തിനും ആക്കിക്കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാവുന്നത് എന്നർത്ഥം. ഇതുപോലെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ശൈലിയും. എന്നാൽ ഈ വരികൾക്കിടയിൽ നാം വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മരത്തടി ഖബറും പുറത്തിരുന്ന് ചൊല്ലി ദിക്റും തസ്ബീഹും ചൊല്ലിയാൽ അതിൻ്റെ ഫലം ഖബറാളിക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്തടി ചൊല്ലിയാൽ കിട്ടില്ല എന്ന് പറയുന്നവരെ ഏത് മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കേണ്ടത് എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഏതാവട്ടെ, ഹബീബിൻ്റെ
സിമ്പതിയുടെ പ്രകടനങ്ങൾ ഇതുപോലെ നീണ്ടുപോകുന്നു. സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.